നമസ്കാരം, തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടക്കുകയാണ്. നിലവിൽ വീട്ടിലുള്ള മത്സരാർത്ഥികളിൽ ഏറെ ശ്രദ്ധേയരാണ് ആദിലയും നൂറയും. ബിഗ് ബോസ് ചരിത്രത്തിലെ ആദ്യത്തെ ലെസ്ബിയൻ കപ്പിൾസായ ഇരുവരും ആദ്യം ഒരു മത്സരാർത്ഥിയായിട്ടായിരുന്നു വീട്ടിലെത്തിയത്. എന്നാൽ ഷോയുടെ പകുതിയോടെ ഇരുവരും 2 മത്സരാർത്ഥികളായി മാറി. ആദിലയെയും നൂറയെയും ചുറ്റിപ്പറ്റി വീട്ടിൽ നിരവധി പ്രശ്നങ്ങൾ നടന്നിരുന്നു. ഇവരെ വീട്ടിൽ കയറ്റില്ലെന്ന് ലക്ഷ്മി പറഞ്ഞതടക്കം വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ വലിയ നെഗറ്റീവ് ഇമേജുമായി ഹൗസിനുള്ളിൽ കയറിയ ഇവർക്കിപ്പോൾ ആരാധകർ ഏറെയാണ്. പൂമ്പാറ്റകൾ എന്നാണ് ആദിലയെയും നൂറയെയും ബിഗ് ബോസ് പ്രേക്ഷകർ വിശേഷിപ്പിക്കാറുള്ളത്. ഷോയിലെത്തിയ ശേഷം ആദിലയും നൂറയും തമ്മിലുള്ള സംസാരവും ചില അസ്വാരസ്യങ്ങളുമെല്ലാം ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് ആദിലയുടെ നൂറയോടുള്ള പെരുമാറ്റം. എന്നാൽ ഇരുവരുടെയും സ്നേഹം എന്നത്തെയും പോലെ സ്ട്രോങ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആദിലയും നൂറയും തമ്മിലുള്ള സംസാരം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. അനുമോളുടെ സംസാരത്തിൽ എന്തോ ഇഷ്ടപ്പെടാത്ത ആദില ആഹാരം കഴിക്കാതെ നൂറയുടെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ ആഹാരം കഴിക്കാനാണ് നൂറ ആദിലയോട് പറയുന്നത്. ഓവർ ആക്കല്ലേ എന്ന് നൂറ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുതെന്നാണ് ആദിലയുടെ മറുപടി. എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്ക്, ആരെങ്കിലും വരുമ്പോൾ എൻ്റെ കാര്യം പറയാൻ നിൽക്കണ്ട, ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകും, അതിൽ ഇടങ്കോലിടാൻ വരരുതെന്നും ആദില പറയുന്നുണ്ട്. ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാൻ പറയുമെന്നും ആഹാരം കഴിക്കണം അത്രയേ ഉള്ളൂ എന്നും നൂറ പറയുന്നു. ഞാൻ നിന്റെ ഫ്രണ്ടൊന്നുമല്ല, ആഹാരം കഴിക്കാൻ പറയുന്നത് എൻ്റെ കടമയാണ് എന്നും നൂറ പറയുന്നു. ആദിലയുടെയും നൂറയുടെയും അടി കാണാൻ കണ്ണും ചെവിയും നട്ടിരിക്കുന്ന ചില പ്രേക്ഷകരുമുണ്ട്.